Good morning to all. Today we are starting the new lesson from your textbook. From the textbook, second lesson. Today we are going to study the second lesson, Himalay ki Betiya. In your textbooks, that is the third lesson, Himalay ki Betiya. पाठभाग का नाम क्या है? हिमालय की बेटियां. हिमालय की बेटियां. हिमालय की बेटियां, रचयिता का नाम क्या है? रचयिता का नाम नागार्जुन. रचयिता का नाम पाठभाग के बाद पेज नंबर 14 എഴുത്തുകാരന്റെ പേര് കൊടുത്തിട്ടുണ്ട്. എഴുത്തുകാരന്റെ പേര് എന്താണ്? നാഗാർജുൻ. हिमालय की बेटियां किसकी रचना है? हिंदी के प्रमुख साहित्यकार नागार्जुन का एक रचना है हिमालय की बेटियां. हिमालय की बेटियां. पाठभाग का नाम क्या है? हिमालय की बेटियां. ഹിമാലയം, നിങ്ങൾ ആ പേര് കേട്ടിട്ടുണ്ടോ? ഹിമാലയം എന്ന പേര് കേട്ടിട്ടുണ്ടോ? ഹിമാലയം കേട്ടിട്ടുണ്ട് അല്ലേ? ഹിമാലയ പർവ്വതം എന്ന് കേട്ടിട്ടുണ്ട്. എവിടെയാണ് ഈ ഹിമാലയം സ്ഥിതി ചെയ്യുന്നത്? എന്താണ് ഹിമാലയത്തിന്റെ പ്രത്യേകത? പഠിച്ചിട്ടുണ്ടോ? നമ്മൾ ഇന്ത്യയുടെ 4 അതിരുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഇന്ത്യയുടെ 4 സൈഡിലുള്ള 4 അതിരുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് അതിരുകൾ എന്ന് പഠിച്ചിട്ടുണ്ടോ? ഏതൊക്കെയാണ്? ഇന്ത്യൻ ഓഷ്യൻ അല്ലേ, പിന്നെ അറേബ്യൻ സീ, ബേ ഓഫ് ബംഗാൾ, വടക്കേതാണ് ഹിമാലയ പർവ്വതം. പ്രകൃതി വിരിച്ച കോട്ട പോലെ നിലകൊള്ളുകയാണ് ഇന്ത്യയുടെ നോർത്ത് സൈഡിൽ ഹിമാലയ പർവ്വതം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഹിമാലയ പർവ്വതം പിന്നെ പർവ്വതങ്ങളുടെ പ്രത്യേകത എന്താണ്? ഇവിടെ ബേട്ടിയാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹിമാലയ്ക്ക് ബേട്ടിയാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ബേട്ടി എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ബേട്ട, ബേട്ടി. ബേട്ടി എന്ന വാക്കിന്റെ അർത്ഥം എന്താ? മകൾ അല്ലെ, ഡോട്ടർ. ഹിമാലയ്ക്ക് ബേട്ടിയാം, ഹിമാലയത്തിന്റെ പെൺമക്കൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹിമാലയത്തിന്റെ പെൺമക്കൾ എന്ന് ആരെയായിരിക്കാം പറഞ്ഞിരിക്കുക? ആരെക്കുറിച്ചായിരിക്കാം പറഞ്ഞിരിക്കുക? മക്കളുണ്ടോ ഹിമാലയത്തിന്? നമ്മള് പുരാണ കഥകളിലൊക്കെ ഹിമവാൻ അല്ലെ, ഹിമവാന്റെ മകള് പഠിച്ചിട്ടുണ്ട് നമ്മൾ. പക്ഷെ ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഹിമാലയത്തിന്റെ മക്കൾ ആരൊക്കെയാണെന്ന് നമുക്ക് ഈ പാഠഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാകും. ഹിമാലയ പർവ്വതത്തെ കുറിച്ച് ചിത്രങ്ങളിലൂടെയെങ്കിലും ഹിമാലയ പർവ്വതം കണ്ടിട്ടില്ലാത്തവരാരും ഉണ്ടാവില്ല. ഉണ്ടോ? ഇല്ല. അപ്പോ ഹിമാലയത്തിന്റെ മക്കൾ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ആരെയാണ് എന്ന് നമുക്ക് നോക്കാം. ഹിമാലയ്ക്ക് ബേട്ടിയാം. अभी तक मैंने उन्हें दूर से देखा था. ലേഖകൻ പറയുകയാണ്, अभी तक मैंने उन्हें दूर से देखा था. ഇന്ന് വരെ ഞാൻ അവരെ ദൂരെ നിന്ന് മാത്രമേ കണ്ടിട്ടുള്ളൂ. ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന് പാഠഭാഗത്തിൽ നമ്മൾ കൂടുതൽ പഠിച്ചു വരുമ്പോൾ മനസ്സിലാകും. अभी तक ഇന്ന് വരെ, मैंने उन्हें दूर से देखा था, ഞാൻ അവരെ ദൂരെ നിന്ന് മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ നിമിഷമാണ് ഞാനിപ്പോൾ അവരെ അടുത്ത് നിന്ന് കാണുന്നത്. നോക്കിയേ, ബഡി ഗംഭീർ. ഗംഭീർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഗംഭീർ മീൻസ് ശാന്ത്. ഗംഭീർ ശാന്ത്. ഗംഭീർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ശാന്ത്. ഗംഭീർ ശാന്ത്. ഗംഭീർ കഴിഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താ? ശാന്തമായിട്ട്, അതായത് വളരെ ക്വയറ്റായിട്ട് ഒഴുകുന്ന, പിന്നെന്താ? അപ്പനെ ആത്മയും പോയി വീലെത്തി. അപ്പൊ ഇന്ന് വരെ ഞാൻ അവരെ കണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? വളരെ ദൂരെ നിന്ന് മാത്രമേ കണ്ടിട്ടുള്ളൂ. കാണുമ്പോൾ എനിക്ക് എങ്ങനെയാണ് തോന്നിയതെന്ന് എന്തായിരുന്നു ഞാൻ അവരെ കുറിച്ച്, ആരെക്കുറിച്ചാണോ ലേഖകൻ പാഠഭാഗത്തിൽ പറയുന്നത്, അവരെ കാണുമ്പോൾ എനിക്ക് ഇങ്ങനെയാണ് തോന്നിയിരുന്നത്. എങ്ങനെയാണ്? ബഡി ഗംഭീർ ശാന്ത്, അപ്നെ ആപ്മേ കോയി വീലെത്തി. അതായത് സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കുന്നവരായിട്ടാണ്. വേറെ ആർക്കും ഒരു ശല്യവും ഇല്ല. എപ്പോഴും സ്വന്തം കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധയുള്ളവരായിട്ട് പോകുന്നവരായിട്ടാണ് എനിക്ക് ഇന്ന് വരെ അവരെ കുറിച്ച് തോന്നിയിട്ടുള്ളത് എന്നാണ് ലേഖകൻ പറയുന്നത്.
സംഭ്രാന്ത് മഹ്ലാ കി ഭാന്തി വേ പ്രതീത് ഹോത്തി തി. ചിലപ്പോഴൊക്കെ എനിക്ക് എങ്ങനെയാണ് അവരെ കുറിച്ച് തോന്നിയിരുന്നത്? സംഭ്രാന്ത്. സംഭ്രാന്ത് മീൻസ് എന്താ? ശിഷ്ടൻ. സംഭ്രാന്ത് ശിഷ്ട, സിവിലൈസ്ഡ്, പരിഷ്കാരിയായിട്ടുള്ള. സംഭ്രാന്ത്. What is the meaning of സംഭ്രാന്ത്? ഹിന്ദിയിൽ ശിഷ്ടൻ. സംഭ്രാന്ത് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ശിഷ്ടൻ. അപ്പോ ലേഖകന് തോന്നിയത് സംഭ്രാന്ത് മഹ്ലാ കി ഭാന്തി വേ പ്രതീത് ഹോത്തി തി. വളരെ പരിഷ്കാരിയായ ഒരു യുവതിയെ പോലെയാണ്. ചിലപ്പോൾ എനിക്ക് അവളെ അല്ലെങ്കിൽ അവരെ കാണുമ്പോൾ തോന്നിയത് എന്താണ്? പരിഷ്കാരികളായ യുവതികളെ പോലെയാണ്. കുറച്ച് ഗമയിൽ, ആരോടും കൂടുതൽ ബഹളവുമില്ല, ആരോടും കൂടുതൽ മിങ്കിൾ ചെയ്യാതെ നടക്കുന്ന പരിഷ്കാരികളായ ആളുകളെ പോലെയാണ് ലേഖകന് അവരെ കണ്ടപ്പോൾ തോന്നിയതെന്നാണ് പറയുന്നത്. ഉൻകെ പ്രതി മേരെ ദിൽ മേ ആദർ ഔർ ശ്രദ്ധ കെ ഭാവ് ദേ. എനിക്ക് അവരോട് ഭയങ്കര മതിപ്പായിരുന്നു. പ്രതി ശ്രദ്ധ ഔർ ആദർ. ആദർ മീൻസ് റെസ്പെക്ട്. ആദർ എന്ന വാക്കിന്റെ അർത്ഥം എന്താവും? ആദരവ് അല്ലെ? ആദർ, ആദരവ്, ബഹുമാനം അല്ലെ? അപ്പൊ എനിക്ക് ഇന്ന് വരെ അവരോട് വല്ലാത്ത ബഹുമാനമായിരുന്നു എന്നാണ് ലേഖകൻ പറയുന്നത്. എനിക്ക് ഇന്ന് വരെ അവരോട് വല്ലാത്ത ബഹുമാനമായിരുന്നു. ആരെ കുറിച്ചാണെന്ന് ഇപ്പൊ പറയുന്നത്. അപ്പോ എനിക്ക് ഇന്ന് വരെ അവരോട് ഭയങ്കര മതിപ്പായിരുന്നു, ബഹുമാനമായിരുന്നു. മാ ഔർ ദാദി, मौसी और मामी की गोद की तरह उनकी धारा में डुबकियां लगाया करता. നമുക്ക് ഏകദേശം ഒരു ക്ലൂ കിട്ടും. എന്താണ്? മാ, അമ്മയുടെ അല്ലെങ്കിൽ അമ്മുമ്മയുടെ അല്ലെങ്കിൽ ചിറ്റമ്മയുടെ ഒക്കെ മടിയിലിരിക്കുന്നത് പോലെ അവരുടെ മടിത്തട്ടിൽ ഞാൻ മുങ്ങാങ്കുഴി ഇടുമായിരുന്നു. ഡുബുക്കിയാം ലഗാന. എന്താണ് ഡുബുക്കിയാ ലഗാന? മുങ്ങുക, മുങ്ങിപ്പൊങ്ങുക. അപ്പൊ എവിടെയാണ് നമുക്ക് മുങ്ങിപ്പൊങ്ങാൻ സാധിക്കുക? എവിടെയാണ് മുങ്ങുന്നത്? സാധാരണ ആളുകൾക്ക് എവിടെയാണ് മുങ്ങാൻ സാധിക്കുക? മുങ്ങുന്നത് എവിടെയാണ്? നദികളിലാണ് അല്ലെ? എവിടെയാണ് മുങ്ങുക? നദികളിൽ. അപ്പോ ലേഖകൻ ആരെ കുറിച്ചാണ് ഈ പറയുന്നത് നമുക്ക് മനസ്സിലാവുമല്ലോ. ആരെ കുറിച്ചായിരിക്കും പറയാ? ഹിമാലയത്തിന്റെ മക്കൾ എന്ന് പറഞ്ഞിരിക്കുന്നത് നദികളെ കുറിച്ചാണ്. ഡുക്കിയാം ലഗായ കർത്താഥ. അതായത് ഞാൻ ഇന്നലെ വരെ എന്തായിരുന്നു? അവരുടെ ഒരു അമ്മമ്മയുടെ അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ അല്ലെങ്കിൽ എന്താണ് ചിറ്റയുടെ ഒക്കെ സ്നേഹ വല്ലാളനങ്ങൾ ഏറ്റിരിക്കുന്നത് പോലെ അവരുടെ മടിത്തട്ടിൽ ഞാൻ മുങ്ങാങ്കുഴിയിടുമായിരുന്നു. ആരുടെ മടിത്തട്ടിൽ? നദിയുടെ അല്ലെ? നദികളുടെ മടിത്തട്ടിൽ. ഓരോ നദികളിൽ സാധാരണ എല്ലാവരും കുളിക്കാനൊക്കെ പോകാറില്ലേ വെള്ളത്തിൽ? നദികളൊക്കെ കാണുമ്പോൾ ബോയ്സിന് പ്രത്യേകം നീന്തൽ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് അല്ലെ? നദിയിൽ ഇറങ്ങി നീന്ത് പഠിക്കണം, വെള്ളത്തിലിറങ്ങി കുളത്തിൽ കുളിക്കണം, ഇതൊക്കെ ഭയങ്കര ക്രേസാണ്. അപ്പൊ അതേപോലെ ഇതേ ലേഖകൻ പറയുന്നു, ഇന്നലെ വരെ ഞാൻ എന്തായിരുന്നു? ഇവരുടെ എൻ്റെ ഒരു അമ്മയെ പോലെ അല്ലെങ്കിൽ എൻ്റെ അമ്മയെ പോലെ ചിറ്റയെ പോലെയൊക്കെ ഞാൻ എന്താണ്? മാമി അല്ലേ, ആൻറ്റിയെ പോലെയൊക്കെ ഞാൻ അവരുടെ മടിത്തട്ടിൽ കിടന്ന് മുങ്ങാങ്കുഴിയിടുമായിരുന്നു. അതായത് എന്തായിരുന്നു? കുളിക്കുമായിരുന്നു, മുങ്ങിപ്പൊങ്ങുമായിരുന്നു എന്നാണ് പറഞ്ഞത്. പരന്തു എന്നാൽ ഇപ്പൊ എന്താ പറയുന്നത്? ഇസ് ബാർ, ഇത്തവണ. ഇസ് ബാർ മീൻസ് ഇത്തവണ. അബ് ജബ് मैं हिमालय के कंधे पर चढ़ा तो वे कुछ और रूप में सामने थी. എന്താ പറയുന്നത്? ജബ് मैं, ഇപ്പോൾ ഞാൻ എവിടാ നിൽക്കുന്നത്? ഹിമാലയ के कंधे पर. कंधा means what is the meaning of kantha? Kantha shoulder. Kantha shoulder. അപ്പോ ഇപ്പൊ ഞാൻ ഈ നിമിഷം ഞാൻ നിൽക്കുന്നത്, നേരത്തെ പറഞ്ഞു ഇന്ന് വരെ ഞാൻ ഇവരെ ദൂരെ നിന്ന് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇന്ന് വരെ, ഇപ്പോ വരെ ഞാൻ ഇവരെ ദൂരെ നിന്നേ കണ്ടിട്ടുള്ളൂ. കണ്ടപ്പോൾ എൻ്റെ ഫീലിങ്സ് എന്തായിരുന്നു? മുമ്പൊക്കെ ഇവരെ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ഇവർ വളരെ പാവങ്ങളാണ്, ഭയങ്കര റെസ്പെക്റ്റ് ആണ് ഇവരോട്, നല്ല അച്ചടക്കമായിട്ട് പോകുന്നവരാണ്, വളരെ മാന്യത അർഹിക്കുന്നവരൊക്കെയാണെന്നാണ് എൻ്റെ മനസ്സിൽ തോന്നിയിരുന്നത്. പക്ഷെ ഇപ്പൊ പറയുന്നു, ഇപ്പൊ ഞാൻ നിൽക്കുന്നത് എവിടെയാണ്? അബ് ലേഖക് കഹാം ഹേ? ഹിമാലയക്കെ കന്ധേ പർ. ഇപ്പൊ എവിടാ നിൽക്കുന്നത്? ഹിമാലയത്തിന്റെ ഷോൾഡറിൽ. ഹിമാലയക്കെ കന്ധേ പർ ചढ़ാത്തോ വേ കുച്ച് ഔർ രൂപ് മേ സാമനെ ഥി. ഇപ്പൊ അവര് വേറെ രൂപത്തിലാണ് എന്റെ മുന്നിൽ നിൽക്കുന്നത്. മുമ്പ് ഞാൻ മനസ്സിൽ കണ്ട അല്ലെങ്കിൽ മുമ്പ് ഞാൻ കൊടുത്തിരുന്ന ആദരവിന് പാത്രമല്ലെന്ന് തോന്നുന്നു ഇപ്പൊ എനിക്ക്. ലേഖകൻ പറയാണ്, ഇപ്പൊ എന്റെ മുന്നിൽ അവരുടെ വേറെ കുറെ രൂപങ്ങളാണ് എനിക്ക് കാണുന്നത്. മുമ്പ് കണ്ടത് ശാന്തമായിട്ടുള്ള ഭാവമായിരുന്നു, സിവിലൈസ്ഡ് ആയിട്ടുള്ള പരിഷ്കാരിയായ ഒരു യുവതിയെ പോലെ ആയിരുന്നു എന്നൊക്കെയാണ് ലേഖകൻ പറയുന്നത്. പക്ഷെ ഇപ്പോ എന്റെ മുന്നിൽ അവരുടെ വേറെ രൂപങ്ങളാണ് തെളിയുന്നതാണ് ലേഖകൻ പറയുന്നത്. നോക്കിയ ഏതൊക്കെ രൂപങ്ങളാണെന്ന് നോക്കാം. മേ ഹൈരാൻ ഥാ കി യഹി ദുബലി പത്ലി ഗംഗാ, യഹി യമുന, യഹി സത്ലജ് സമതൽ मैदानों में उतरकर विशाल कैसे हो जाती है. ലേഖകൻ പറയാണ്,
യഹി മേ ഹൈരാൻ ഥാ. ഹൈരാൻ, വാട്ട് ഈസ് ദി മീനിങ് ഓഫ് ഹൈരാൻ? ഹൈരാൻ ആശ്ചര്യം. ഹൈരാൻ എന്താണ് അതിന്റെ അർത്ഥം? ഹൈരാൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ആശ്ചര്യം. എനിക്ക് ആശ്ചര്യം തോന്നി. ആർക്കാണ് ആശ്ചര്യം തോന്നിയത്? ലേഖകന്. ആർക്കാണ് ആശ്ചര്യം തോന്നിയത്? ലേഖകന്. ലേഖകന്റെ പേരെന്താണ്? നാഗാർജുൻ. ഹിമാലയ की बेटियां किसकी रचना है? നാഗാർജുൻ की रचना है. അപ്പൊ ലേഖകൻ പറയാണ് എനിക്ക് അത്ഭുതം തോന്നി. എന്താണ് അത്ഭുതം തോന്നാൻ കാരണം? യഹി ദുബലി പത്ലി ഗംഗ. ഈ മെലിഞ്ഞൊഴുകുന്ന, ഈ മെലിഞ്ഞ, ദുബലി പത്ലി മീൻസ് മെലിഞ്ഞ അല്ലെ, മെലിഞ്ഞിരിക്കുന്ന ഈ ഗംഗയും, യഹി യമുന, ഈ യമുനയും, യഹി സത്ലജ്, ഈ സത്ലജും, ഗംഗ, യമുന, സത്ലജ് എന്നീ നദികൾ. ഇവരെ ഇപ്പൊ കണ്ടപ്പോ എങ്ങനെ തോന്നിയിരിക്കുന്നു? മെലിഞ്ഞവരാണെന്ന് തോന്നിയിരിക്കുന്നു. പക്ഷെ നദികളുടെ വിശാലമായ രൂപം സമതലങ്ങളിൽ എങ്ങനെയാണ്? പരന്നൊഴുകുകയാണ് നദികൾ അല്ലെ. അപ്പൊ ഭയങ്കര വലുതാണ് അല്ലെ, വലിയ ഷേപ്പാണ് നദികൾ. പക്ഷെ ലേഖകൻ ഇവിടെ പറയുന്നു ഹിമാലയത്തിന്റെ ഷോൾഡറിൽ ചവിട്ടി നിൽക്കുമ്പോൾ, ഹിമാലയത്തിൽ നിൽക്കുമ്പോൾ ലേഖകന് തോന്നുന്നത് ഈ നദികൾ എങ്ങനെയുള്ളവരാണെന്നാണ്? മെലിഞ്ഞുണങ്ങിയവരാണ്. ദുബലി പത്ലി ഹേ. മെലിഞ്ഞുണങ്ങിയ എന്നുള്ള വാക്കിന് എന്താ ലേഖകനോട് പറഞ്ഞിരിക്കുന്ന വാക്ക്? ദുബലി പത്ലി. ഈ ഏതൊക്കെ നദികളെ കുറിച്ചാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? किन किन नदियों के बारे में कहा गया है? गंगा, यमुना और सतलज. किन किन नदियों के बारे में कहा गया है? गंगा, यमुना और सतलज. इन नदियां मैदानों में उतरकर विशाल कैसे हो जाती है. ഇവര് ഈ മൈതാനങ്ങളിൽ, മുകളിൽ ഹിമാലയത്തിന്റെ മുകളില് മെലിഞ്ഞുണങ്ങിയവരായിട്ട് തോന്നുന്ന ഈ നദികള് താഴെ വരുമ്പോ എന്തൊരു വലിപ്പമാണ് ഇവർക്ക്, എന്ത് വിശാലമായിട്ടാണ് ഇവർ ഒഴുകുന്നത് എന്നാണ് ലേഖകൻ ചോദിച്ചിരിക്കുന്നത്. അത് കണ്ടപ്പോഴാണ് ലേഖകൻ എന്ത് തോന്നിയത്? ഹൈരാൻ. വാട്ട് ഈസ് ദി മീനിങ് ഓഫ് ഹൈരാൻ? ആശ്ചര്യം. ലേഖകൻ എന്ത് തോന്നി? ആശ്ചര്യം തോന്നി. इनका उछलना और कूदना, खिलखिलाकर लगातार हंसते जाना, इनकी यह भाव भंगी, इनका यह उल्लास कहाँ गायब हो जाता है. ലേഖകൻ പറയാണ് എന്താണ്? ഉച്ചൽന കൂദ്ന. നമ്മൾ സാധാരണ വെള്ളച്ചാട്ടം കാണാൻ പോകാത്തവരാരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ? ഇല്ല. നമ്മൾ സാധാരണ വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാൻ പോകുമ്പോൾ എങ്ങനെയാണ് നദികൾ ഒഴുകുന്നത്? വളരെ ശാന്തമായിട്ട് പരന്ന സ്ഥലത്തൂടെയാണ് ഒഴുകുന്നത്. അല്ല, മലയുടെ മുകളിൽ നിന്നൊക്കെ ഇങ്ങനെ ഇടിച്ചു കുത്തി താഴേക്കുള്ള എപ്പോഴും മലകളിൽ ഇങ്ങനെ ഒരുപാട് കുന്നുകൾ, ചെറിയ ചെറിയ കുന്നുകൾ കാണും. അപ്പൊ മുകളിൽ നിന്ന് ഒഴുകി വരുന്നത് ചിലടത്ത് ചില കുന്നിന്റെ മണ്ടയ്ക്ക് വേണ്ടിയിട്ട് പൊട്ടിപ്പൊളിഞ്ഞ് രണ്ടായിട്ടും മൂന്നായിട്ടൊക്കെ താഴേക്ക് ഒഴുകി വരും അല്ലേ. അപ്പൊ ലേഖകൻ പറയാണ് ആ നദികളുടെ അവിടുത്തെ ആ ചിന്നിച്ചിതറിയുള്ള ഒഴുക്കിനെ, ആ മുകളിൽ നിന്ന് ചിന്നിച്ചിതറി തെറിച്ച് വരുന്ന അത് ഒഴുകി വരുന്ന ആ രീതിയെ ലേഖകൻ ഇവിടെ പറയാണ് ഉച്ചല്ല കൂദ്ന. എന്താണ് ഉച്ചല്ല കൂദ്ന? തുള്ളിച്ചാട്ടം അല്ലെ, തുള്ളിച്ചാടുക, ബഹളം വയ്ക്കുക. ഉച്ചല്ല കൂദ്ന. പിന്നെന്താ പറഞ്ഞേക്കുന്നത്? ഖിൽഖിലാക്കർ ലഗാതാർ ഹസ്നെ ജാന. ഇളകി തുള്ളിക്കൊണ്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് വരികയാണെന്നാണ് പറയുന്നത്. നദികളുടെ അടുത്ത് പോയി നിന്നാൽ, ഈ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് പോയി നിന്നാൽ കാണാം വെള്ളത്തിന്റെ ഒഴുക്കിന് ഭയങ്കര ശബ്ദമാണ് അല്ലെ. ഇങ്ങനെ കല്ലിലൊക്കെ വന്ന് അലച്ചു വീഴുമ്പോൾ നല്ല പതഞ്ഞൊഴുകുന്ന നദികൾ പാൽനുര പോലെയാണ് വരുന്നത്. മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്ന സ്ഥലത്ത് പാല് പോലെ വെള്ള കളറിലാണ് വെള്ളം വന്നു വരുന്നത്. അപ്പോൾ അവർ ഈ ഇളകിത്തുള്ളി, അവരുടെ ചിരി, തുള്ളിച്ചാട്ടം, പൊട്ടിച്ചിരിക്കലുകള്, പിന്നെന്താണ് ഭാവഭംഗി. എന്തൊരു ഭംഗിയാണ് കാണാൻ. അവിടെ ഈ ഹിമാലയത്തിന്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഈ നദികൾ ഇങ്ങനെ ഒഴുകി വരുന്നത് കാണാൻ എന്തൊരു ഭംഗിയാണ്. ഇൻകായ ഉല്ലാസ്, ഇവരുടെ ഈ സന്തോഷം. ഉല്ലാസ് മീൻസ് ആനന്ദ്, സന്തോഷം. കഹാ ഗായബ് ഹോ ജാതാ ഹേ. എവിടെയാണ് അപ്രത്യക്ഷമാകുന്നത്? ഗായബ് ഹോന മീൻസ് അപ്രത്യക്ഷ ഹോന. ഗായബ്, ഗായബ് മീൻസ് അപ്രത്യക്ഷം. എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ഇവരുടെ ഈ സന്തോഷമൊക്കെ എവിടെ അപ്രത്യക്ഷമാകുന്നു? ലേഖകന് ഭയങ്കര അത്ഭുതമാണ്. അതായത് ഇത്രയും ഇളകി തുള്ളി ചാടി മറിഞ്ഞു പൊട്ടിച്ചിരിച്ച് വരുന്ന ഇത്രയും സുന്ദരികളായ ഇവരുടെ ഈ ഭംഗിയൊക്കെ താഴെ വരുമ്പോൾ എങ്ങനെയാണ് ഇല്ലാതായി മാറുന്നത്? ഭയങ്കരമായിട്ട് താഴോട്ട് വരുമ്പോൾ വിശാലമായിട്ട് ഇങ്ങനെ ഒഴുകി പോകുന്നതേ ഉള്ളൂ. ശബ്ദമില്ല, ചാട്ടോ ഇറക്കോ ഒന്നുമില്ല, പൊട്ടിച്ചിരികളൊന്നുമില്ല, വളരെ ശാന്തമായിട്ട് ഒഴുകുന്നു. അത് എവിടെയാണ് ഇവരുടെ ഈ സൗന്ദര്യവും ഈ പൊട്ടിച്ചിരികളും ഒക്കെ അപ്രത്യക്ഷമാകുന്നത് എന്നാണ് ലേഖകൻ ചോദിക്കുന്നത്. മൈതാനമേ ജാക്കർ, അതായത് താഴെ വന്നിട്ട് മൈതാനത്തിലൂടെ ഒഴുകുമ്പോൾ, സമതലങ്ങളിലൂടെ ഒഴുകുമ്പോൾ എവിടെയാണ് ഇവരുടെ ഭംഗി നഷ്ടപ്പെടുന്നത്?
किसी लड़की को जब मैं देखता हूँ, किसी कली पर जब मेरा ध्यान अटक जाता है, तब भी इतना कौतूहल और विस्मय नहीं होता जितना कि इन बेटियों की ബാലലീല देखकर. ലേഖകൻ പറയാണ്, ചിലപ്പോൾ നല്ല കൊച്ചു പെൺകുട്ടികളുടെയൊക്കെ കളിയും കൊച്ചിലും ഒക്കെ കാണുമ്പോൾ ഭയങ്കര നമ്മൾ കുട്ടികളുടെ സന്തോഷവും കളിയൊക്കെ കാണുമ്പോൾ നമുക്ക് എത്ര വീട്ടിൽ എത്ര കുട്ടികളുണ്ടെങ്കിലും ഒരു കൊച്ചു കുഞ്ഞ് നമ്മളിൽ നിന്ന് ചിരിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ. അതുപോലെ പിന്നെ കിസി കലി पर जब मेरा ध्यान अटक जाता है, വിടരാൻ വേണ്ടി നിൽക്കുന്ന ഒരു പൂമൊട്ട്, ഒരു മുട്ടി ഇങ്ങനെ വിരിഞ്ഞ് വരാൻ നിൽക്കുകയാണ്. അതിൻ്റെ ഭംഗി കാണുമ്പോൾ നമുക്ക് പിന്നെയും ഒന്ന് നോക്കി നിൽക്കാൻ തോന്നും. കാരണം എന്താണ്, ആ ഭംഗി ഒന്നുകൂടി ആസ്വദിക്കണം എന്ന് തോന്നും. കലി മീൻസ് എന്താ, ബഡ്, പൂമുണ്ട്. അപ്പോൾ അത് ശ്രദ്ധ, ധ്യാൻ മീൻസ് ശ്രദ്ധ, ലേഖകന്റെ ശ്രദ്ധ എത്ര നേരം തങ്ങി നിന്നിട്ടുണ്ടോ, തബ് ഭി ഇത്തനാ കൗതൂഹലവും വിസ്മയം ഹോത്ത, അന്നൊന്നും എനിക്ക് ഇത്രയും കൗതൂഹൽ മീൻസ് ജിജ്ഞാസ, ആൻസൈറ്റി. കൗതൂഹൽ का अर्थ क्या है, കൗതൂഹൽ, ജിജ്ഞാസ, ആൻസൈറ്റി, ജിജ്ഞാസ. അപ്പോൾ ഇത്രയും ആൻസൈറ്റി, ഇത്രയും വിസ്മയം, എനിക്ക് ഇത്രയും അത്ഭുതം തോന്നിയിട്ടില്ല. എന്തുകൊണ്ടാണ്, ജിത്നാ കി ഇൻ ബേട്ടിയോ കി ബാലലീല ദേഖ്കർ, ഈ പെൺമക്കളുടെ, ഹിമാലയത്തിന്റെ പെൺമക്കളായ ഗംഗയുടെയും യമുനയുടെയും സത്ലജിന്റെയും ഒക്കെ ബാലലീല കണ്ടിട്ട് തോന്നിയതിനേക്കാൾ കൂടുതൽ, അതായത് അതിനപ്പുറമൊന്നും എനിക്ക് ഇന്ന് വരെ ഒരു കാര്യത്തിൽ നിന്നും എനിക്ക് അത്ഭുതവും ആശ്ചര്യവും തോന്നിയിട്ടില്ല. പണ്ട് പല കാര്യങ്ങളും ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ഇതൊക്കെ അത്ഭുതമായിരിക്കുന്നു. നദികളുടെ സമതലത്തിലൂടെയുള്ള അതിൻ്റെ പോക്ക് കണ്ടപ്പോൾ വിചാരിച്ചു, ഇത്രയും സുന്ദരികളായിട്ട്, ഇത്രയും ക്ഷമാശീലമുള്ള, ഇത്രയും ശാന്തരായിട്ടുള്ള പരിഷ്കാരിയായ യുവതിയെ പോലെയൊക്കെയാണ് അന്ന് നദികളെ വർണ്ണിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ ലേഖകൻ പറയുന്നു, ഒരു പെൺകുട്ടിയുടെ കളിചിരിയേക്കാളും പിന്നെന്താണ്, പിന്നെ പറഞ്ഞിരിക്കുന്നു, വിടരാൻ വേണ്ടി നിൽക്കുന്ന ഒരു പൂമൊട്ടിന്റെ ഭംഗിയേക്കാളും ഒക്കെ, അതിനേക്കാളൊക്കെ ഏറെ അത്ഭുതവും സന്തോഷവും ജിജ്ഞാസയുമാണ് എനിക്കിപ്പോ ഈ കുഞ്ഞുങ്ങളുടെ, ഈ ഹിമവാന്റെ മക്കളുടെ, ഹിമാലയത്തിന്റെ മക്കളുടെ ബാലലീല. ബാലലീല എന്ന് ഉദ്ദേശിക്കുന്നത് എപ്പോഴാ, ബാലൻ എന്ന് പറഞ്ഞാൽ ആരാ, കുട്ടി അല്ലെ, ബാലൻ, ബാലിക അല്ലെ, ബാലൻ എന്ന് പറഞ്ഞാൽ കുട്ടി. ഇപ്പോ ഈ ബാലിക ആരുടെയാണ്, ഹിമാലയത്തിന്റെ പെൺമക്കളായ ഈ നദികളുടെ ബാലലീല, ശൈശവത്തിലെ കുട്ടിക്കളികൾ കണ്ടപ്പോൾ തോന്നിയ അത്ഭുതം, ആ വിസ്മയം, അതൊക്കെ എനിക്ക് മറ്റൊന്നിനേക്കാളും മുമ്പ് എനിക്ക് കിട്ടിയിട്ടുള്ള വിസ്മയങ്ങളൊക്കെ അധികമാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഹിമാലയത്തിന്റെ ഷോൾഡറിൽ ചവിട്ടി ഞാൻ നിൽക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന ഈ വിസ്മയം, എന്ത് കണ്ടപ്പോഴാണ് വിസ്മയം തോന്നിയത്, നദിയോं की उछलना कूदना, खिलखिलाकर हंसना, ഭാവഭംഗി, അവരുടെ ഭംഗി, ഇളകി ചാടിയുള്ള ഓട്ടം, വരല് ഇങ്ങനെ മുകളിൽ നിന്ന് തെറിച്ചുള്ള വരവ്, പിന്നെന്താണ് ഖിൽഖിലാക്കർ ഹസ്ന, പൊട്ടിച്ചിരി, ഇതൊക്കെ കണ്ടപ്പോൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. കാരണം ഇവരുടെ ഈ സൗന്ദര്യം എപ്പോഴാണ് നഷ്ടമാകുന്നത്, മൈതാനത്തിലൂടെ ഒഴുകുമ്പോൾ ഇവരുടെ ഈ സൗന്ദര്യമൊക്കെ എവിടെ പോയി എന്നാണ് ലേഖകൻ ഈ പാഠത്തിലൂടെ ചോദിക്കുന്നത്. ഓക്കെ, ഇന്ന് ഹിമാലയക്ക് ബേട്ടിയാം എന്ന് പറയുന്ന ആ ലെസണിൽ നിന്ന് ഇത്രയും നമുക്ക് പഠിച്ചാൽ മതി. എവരിബഡി ഷുഡ് റീഡ് ദ ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, ഹിമാലയക്ക് ബേട്ടിയാം കിസ്കി രചന ഹേ, നാഗാർജുൻ की रचना है. Today I am giving 2 questions for you from the lesson, from this part, this first paragraph. Okay, हिमालय की बेटियां, यहाँ किन किन नदियों के बारे में बताया गया है. किन किन नदियों के बारे में, किन किन नदियों के बारे में यहाँ बताया गया है. You write the homework in your notebook. बताया गया है. Did you clear the question here? किन किन नदियों के बारे में यहाँ बताया गया है. ഈ പാഠത്തിൽ ഇപ്പൊ നമ്മൾ എടുത്ത പാഠത്തില് ഇപ്പൊ പഠിച്ചു കഴിഞ്ഞ ഭാഗത്ത് ഏതൊക്കെ നദികളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ നോട്ട്ബുക്കിന്റെ ബാക്കിൽ ക്വസ്റ്റ്യൻ എഴുതിയിടുക, ആൻസർ എഴുതുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ.